Hello everyone, welcome to the part 5 of KIM 2025 question paper solution. നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻ നമ്പർ 40 വരെ ചെയ്തു. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 41 മുതലാണ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 41 വായിച്ചു നോക്കാം. If magnitude of vector A plus vector B is equal to root 14 by 2 and where vector A and vector B are unique vectors, then the value of magnitude of vector A plus vector B the whole square minus vector A minus vector B the magnitude in the whole square is equal to എന്താണെന്നാണ് ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പം നമുക്കറിയാം, നമുക്ക് ഓൾറെഡി വെക്ടർ എ പ്ലസ് ബി നമുക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന മാഗ്നിറ്റ്യൂഡിന്റെ ഹോൾ സ്ക്വയർ മൈനസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഹോൾ സ്ക്വയർ മാഗ്നിറ്റ്യൂഡിന്റെ ഹോൾ സ്ക്വയർ എന്നാണ്. ബട്ട് വെക്ടർ എ മൈനസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടില്ല. സോ അത് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഓൾറെഡി വെക്ടർ എ പ്ലസ് വെക്ടർ ബിയുടെ ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്. അതായത് സ്ക്വയർ അല്ല, 14 √14/2 എന്ന് തന്നിട്ടുണ്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ്. നമുക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ് നമുക്ക് ഫൈനൽ ആൻസറിൽ കാണേണ്ട അതിന്റെ സ്ക്വയർഡ് ആണ് നമുക്ക് ഫൈനൽ ആൻസറിൽ കാണേണ്ടത്. സോ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 14/4 എന്ന് പറയും, അതായത് 7/2. ഇനി നമുക്കറിയാം ഈ വെക്ടർ എ പ്ലസ് വെക്ടർ ബി മാഗ്നിറ്റ്യൂഡിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഐഡന്റിറ്റി ആണ്. ഇതിനെ നമുക്ക് വെക്ടർ എ സ്ക്വയർഡ് magnitude of vector a square plus magnitude of vector b square plus 2 into a dot b എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് വുഡ് ബി ഈക്വൽ ടു 7/2. ഇനി നമുക്കിവിടെ വലിയൊരു ഹിന്റ് തന്നിട്ടുണ്ട്. അടുത്ത ഹിന്റ് എന്താ തന്നിട്ടുള്ളത്? വെക്ടർ എയും വെക്ടർ ബിയും യൂണിറ്റ് വെക്ടേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. ബി സ്ക്വയർ ബിയുടെയും യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് 1 സ്ക്വയർ 2 a dot b ഈസ് ഈക്വൽ ടു 7/2. ആൻഡ് 1 plus 1 is 2. 2 plus 2 into a dot b ഈസ് ഈക്വൽ ടു 7/2. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഫർദർ സോൾവ് ചെയ്യുമ്പോൾ എ ഡോട്ട് ബി എന്ത് കിട്ടും? എ ഡോട്ട് ബി ഈക്വൽ ടു 7/2 7/2 മൈനസ് 2 2 7/2 മൈനസ് 2 എന്ന് പറയുമ്പോൾ 7/2 മൈനസ് 2/2 7/2 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3/2/2 ദാറ്റ് ഈസ് 3/4 എന്ന് കിട്ടും നമുക്ക് എ ഡോട്ട് ബിയുടെ വാല്യൂ. നമുക്ക് ഫൈനലായിട്ട് കാണുന്നത് എന്താ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാണേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ദ ഹോൾ സ്ക്വയർ മൈനസ് വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കിത് 3/2 7/2 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് അടുത്ത ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാം. വെക്ടർ എ മൈനസ് വെക്ടർ ബി ദ മാഗ്നിറ്റ്യൂഡിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഹോൾ സ്ക്വയർ പ്ലസ് വെക്ടർ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ബി എന്നാണ് ഇത് കാണാനുള്ള ഫോർമുല. സോ ഇത് വീണ്ടും രണ്ട് യൂണിറ്റ് വെക്ടേഴ്സ് ആയതുകൊണ്ട് 1 + 1 2 എന്ന് വരും. 2 മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ബി. സോ എ ഡോട്ട് ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എ ഡോട്ട് ബിയുടെ നമുക്ക് കിട്ടിയ വാല്യൂ 3/4 ആണ്, ഞാൻ ശരിയാണെങ്കിൽ. സോ ഇറ്റ്സ് 3/4 എന്ന് ഇവിടെ കൊടുക്കാം. സോ 2 മൈനസ് 3/2 എന്ന് വരും. 2ഉം 4ഉം കട്ടായി പോയിട്ട് 2 മൈനസ് 3/2 ദാറ്റ് ഈസ് 4 മൈനസ് 3/2 1/2 നമുക്ക് ആൻസർ കിട്ടും. സോ ദാറ്റ് ഈസ് 7/2 മൈനസ് 1/2 ദാറ്റ് വുഡ് ബി 6/2. 6/2 ഈസ് 3. സോ 3 എന്നാണ് നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുക. So 3 is the correct answer. Option A. Option A, 3 is the correct answer for question number 41. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സൊല്യൂഷൻ, അതായത് ഈ ലെക്ചർ നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, now let's move on to the 42nd question. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 42nd ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ബി ദ ആംഗിൾസ് മെയ്ഡ് ബൈ സ്ട്രേറ്റ് ലൈൻ വിത്ത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. If cos alpha plus cos beta plus cos gamma is equal to 5/3, then the value of cos alpha cos beta plus cos beta cos gamma plus cos gamma cos alpha is equal to എന്താണെന്നാണ് ചോദിച്ചില്ല. അപ്പോൾ നമുക്കറിയാം ഡയറക്ഷണൽ കൊസൈൻസിന്റെ സ്ക്വയറിന്റെ സമ്മ് 1 ആവും. അതായത് ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ ഇത് എക്സ് ആക്സിസിനായിട്ടും ഇത് വൈ ആക്സിനായിട്ടും ഇത് സെഡ് ആക്സിനായിട്ടും ഉണ്ടാക്കുന്ന ആംഗിൾ, ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ 1 ആവും. ഇതിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റ പ്ലസ് കോസ് ഗാമ ഇസ് ഈക്വൽ ടു 5/3 എന്ന് തന്നിട്ടുണ്ട്. And also cos alpha cos beta plus cos beta cos gamma plus cos gamma cos alpha is equal to എന്താണെന്ന് നമ്മൾ ചോദിച്ചില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റ പ്ലസ് കോസ് ഗാമ സ്ക്വയർഡ്, ഇതിന്റെ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ പ്ലസ് 2 ഇൻറ്റു കോസ് ആൽഫ കോസ് ഗാമ കോസ് ഗാമ പ്ലസ് കോസ് ആൽഫ കോസ് ബീറ്റ പ്ലസ്
കോസ് ഗാമ കോസ് ഗാമ അല്ല കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ആൽഫ കോസ് ബീറ്റ എന്ന് കൊടുക്കാം. ഇതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റ പ്ലസ് കോസ് ഗാമയുടെ ഹോൾ സ്ക്വയർ എന്താ? കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റ കോസ് ഗാമ 5/3 ആണെന്നുണ്ട്. അപ്പോൾ അതിന്റെ ഹോൾ സ്ക്വയർ ആയിട്ട് വരും 5/3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ഗാമ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ കോസൈൻസിന്റെ സ്ക്വയർസിന്റെ സം 1 ആണ്. 1 + 2 ഇൻറ്റു ഇതാണ് നമുക്ക് കാണേണ്ട വാല്യൂ. സോ ലെറ്റ് ഇറ്റ് ബി എക്സ്. അങ്ങനെയാണെങ്കിൽ 5/3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 25/9 ഈസ് ഈക്വൽ ടു 1 + 2x എന്ന് വരും. സോ ദാറ്റ് ഈസ് 2x + 1 ഈസ് ഈക്വൽ ടു 25/9. 2x + 1 ഈസ് ഈക്വൽ ടു 25/9. Therefore 2x is equal to 25/9 minus 1. 25/9 minus 1. 2x is equal to 25 minus 9/9, 16/9. This implies 2x is equal to 16/9. Hence, x equal to 16/9 into 2. 16/9 into 2, 16 into 2 cut ആയി പോകും. Therefore, we will get 8x as 8/9 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ 8/9 എന്നാണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ടോ? യെസ്, ഓപ്ഷൻ ബി 8/9 is the correct answer. സോ ഇവിടുത്തെ കോർ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്ന ഈ ഒരു ടോപ്പിക്, അതായത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 43rd ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 43rd ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ 613 മീൻസ് ദ ലൈൻ x - 1/2 is equal to y/1 is equal to z - 2/3 at q. If the lines are perpendicular to each other, then the coordinates of q എന്താണെന്നാ ചോദിച്ചിരുന്നു? QR എന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ ഉണ്ട്. x - 1/2 is equal to y/1 equal to z - 2/3. വേറൊരു പോയിന്റ് ഉണ്ട് 613. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ അസ്യൂം ചെയ്യാം. ഈ ലൈനിലേക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരുന്നുണ്ട്. ഈ ലൈന് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ് ക്യൂല് മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് പി ആണെന്ന് അസ്യൂം ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ലൈനും പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കാണേണ്ടത് എന്താ? കോർഡിനേറ്റ്സ് ഓഫ് ഈ ക്യൂയുടെ കോർഡിനേറ്റ്സ് കാണാനാണ് പറഞ്ഞത്. സോ ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് പെർപെൻഡിക്കുലർ ആണെന്ന് തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാം? നമ്മൾ ഈ ലൈനിൽ ഒരു ജനറൽ പോയിന്റ് അസ്യൂം ചെയ്യുക. ജനറൽ പോയിന്റ് അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ പി ക്യൂവിന്റെ ഡയറക്ഷൻസ് എടുക്കുക. പി ക്യൂവിന്റെ ഡയറക്ഷൻ എടുത്തിട്ട് ഈ ലൈനും തമ്മിലുള്ള എന്തെടുക്കുക? വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് വുഡ് ബി 0. കാരണം ഇത് എന്താണ്? ഇറ്റ്സ് എ പെർപെൻഡിക്കുലർ, രണ്ട് വെക്ടറും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്ന് പറയാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു ജനറൽ പോയിന്റ് അസ്യൂം ചെയ്യാം. സോ ലെറ്റ് ഇറ്റ് ബി ലാംഡ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് ഈസ് ഇക്വൽ ടു 2 ലാംഡ പ്ലസ് 1, വൈ ഈസ് ഇക്വൽ ടു ലാംഡ ആൻഡ് സെഡ് ഈസ് ഇക്വൽ ടു 3 ലാംഡ പ്ലസ് 2. 3 ലാംഡ പ്ലസ് 2 കിട്ടും. അപ്പോൾ എക്സ് വൈ സെഡിന്റെ വാല്യൂ ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ പി ക്യൂന്റെ ഡയറക്ഷൻ വെക്ടർ എങ്ങനെ എഴുതാൻ പറ്റും? 6 മൈനസ് 2 അല്ലേ, വേണ്ട, 2 ലാംഡ പ്ലസ് 1 മൈനസ് 6, 2 ലാംഡ പ്ലസ് 1 മൈനസ് 6 അയക്കാം, പ്ലസ് ലാംഡ മൈനസ് 1 ജെ ക്യാപ്, ലാംഡ മൈനസ് 1 ജെ ക്യാപ് പ്ലസ് 3 ലാംഡ പ്ലസ് 2 മൈനസ് 3 കെ ക്യാപ് എന്ന് എഴുതാൻ പറ്റും. മൈനസ് 3 കെ ക്യാപ്. 2 ലാംഡ 1 പ്ലസ് 1 മൈനസ് 6 എന്ന് പറയുമ്പോൾ 2 ലാംഡ മൈനസ് 5 അയക്കാം, പ്ലസ് ലാംഡ മൈനസ് 1 ജെ ക്യാപ്, പ്ലസ് ലാംഡ മൈനസ് 1 ജെ ക്യാപ്, പ്ലസ് 3 ലാംഡ മൈനസ് 1 കെ ക്യാപ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറക്ഷൻ വെക്ടർ ഓഫ് ദിസ് പി ക്യൂ എന്ന് പറഞ്ഞ വെക്ടർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3D ലൈൻ തന്നിട്ടുള്ള ജനറൽ ഫോർമാറ്റിലാണ്. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ 2i ക്യാപ് ഈ ഡിനോമിനേറ്ററിൽ ഉള്ളതാണ്. സോ 2i ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് 3k ക്യാപ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവും. കാരണം ഇറ്റ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഞാൻ കോപ്പി ചെയ്യട്ടെ, ഇതെവിടെ എഴുതാം, ആൻഡ് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. രണ്ടാമത് എടുത്ത് എഴുതാൻ മടിയാ, അതങ്ങനെ ഇങ്ങനെ എടുത്ത് എഴുതി. ഓക്കെ, ഇനി ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2 ലാംഡ മൈനസ് 5, 2 ഇൻറ്റു 2 ലാംഡ മൈനസ് 5 പ്ലസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു 3 ലാംഡ മൈനസ് 1. ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഇല്ല, ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവും. കാരണം എന്താ? പെർപെൻഡിക്കുലർ. ഓക്കെ, 2 ഇൻറ്റു 2 ലാംഡ മൈനസ് 5 എന്ന് പറയുമ്പോൾ 4 ലാംഡ മൈനസ് 10 പ്ലസ് ലാംഡ മൈനസ് 1 പ്ലസ് 9 ലാംഡ മൈനസ് 3 ഈസ് ഇക്വൽ ടു 0. 4 lambda plus lambda, 5 lambda, 5 lambda plus 9 lambda is 14 lambda. 14 lambda minus 10 minus 10 minus 1 minus 13 minus 14 is equal to 0. This implies lambda യുടെ വാല്യൂ 1 ആണ് നമുക്ക് കിട്ടും.
ലാംഡയുടെ വാല്യൂ 1 കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയില്ല. ക്യൂ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിരുന്നത് എക്സ് ഇസിക്കൽ ടു 2 ലാംഡ പ്ലസ് 1 വൈ ഇസിക്കൽ ലാംഡ സെഡ് ഇസിക്കൽ 3 ലാംഡ പ്ലസ് 2. ഇത് ക്യൂവിന്റെ കോർഡിനേറ്റ്സ് ആയിരുന്നു. സോ ഇത് ലാംഡയുടെ വാല്യൂ 1 എടുക്കുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 ദാറ്റ് ഈസ് 3. ലാംഡ എന്ന് പറയുമ്പോൾ 1, 3 ലാംഡ പ്ലസ് 2 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 2 ദാറ്റ് ഈസ് 5 എന്ന് വരും. 315 എന്ന് വരും. സോ ക്യൂയുടെ കോർഡിനേറ്റ്സ് പറയുന്നത് 315. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി 315 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നുകൂടി കണ്ടുപോകുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ലെറ്റ്സ് മൂവ് ടു ദ 44th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 44th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം ആദ്യം. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് എക്സ് മൈനസ് 3/1 ഇസിക്കൽ ടു വൈ പ്ലസ് 1/-1 ഇസിക്കൽ ടു സെഡ് മൈനസ് 2/-1 ആൻഡ് എക്സ് പ്ലസ് 1/2 ഇസിക്കൽ ടു വൈ മൈനസ് 2/2 ഇസിക്കൽ ടു സെഡ് പ്ലസ് 3/-2 ഈസ് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ രണ്ട് ലൈൻസും സ്റ്റാൻഡേർഡ് ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഇതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമുക്കറിയാം രണ്ടിന്റെയും ഡയറക്ഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലൈനിന്റെ ഡയറക്ഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്താ? ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് മൈനസ് കെ ക്യാപ് ആണ് ഫസ്റ്റ് ലൈനിന്റെ. സെക്കൻഡ് ലൈനിന്റെ പറയുമ്പോൾ 2i ക്യാപ് പ്ലസ് 2j ക്യാപ് മൈനസ് 2k ക്യാപ് എന്നാട്ടോ. അതാണ് രണ്ട് ലൈൻസിന്റെ ഡയറക്ഷൻ വെക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം രണ്ട് വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി കോസ് തീറ്റ എന്നാണ് അല്ലേ? അപ്പൊ നമുക്കറിയാം ഇവിടെ എ ഡോട്ട് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും, വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടും, വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡും, കോസ് തീറ്റ മാത്രം നമുക്കറിയില്ല. സോ ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കോസ് തീറ്റ ഈസി ആയിട്ട് കിട്ടൂലേ? ഇതാണ് വെക്ടർ എ എന്ന് സപ്പോസ് ചെയ്യാം, ഇതാണ് വെക്ടർ ബി എന്ന് സപ്പോസ് ചെയ്യാം. വെക്ടറുടെ മാഗ്നിറ്റ്യൂഡ് എന്താ ഇവിടെ? വെക്ടറുടെ മാഗ്നിറ്റ്യൂഡ് ഈസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 3. ആൻഡ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 3 ഇൻറ്റു 4 എന്നാണ്. അതായത് റൂട്ട് 12 ആണ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താ? എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് മൈനസ് കെ ക്യാപ് ഡോട്ട് 2i ക്യാപ് പ്ലസ് 2j ക്യാപ് മൈനസ് 2k ക്യാപ് എന്നാണ്. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ഇൻറ്റു 2 2 മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 2 എന്ന് വരും. അങ്ങനെയെങ്കിൽ 2 മൈനസ് 2 ക്യാൻസൽ പോയി 2 മാത്രം. 2 ഇസിക്കൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് പറയുന്നത് റൂട്ട് 3, വെക്ടർ ബി എന്ന് പറയുന്നത് റൂട്ട് 12 ഇൻറ്റു കോസ് തീറ്റ. സോ റൂട്ട് 12നെ നമുക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. റൂട്ട് 12നെ എനിക്ക് 2 റൂട്ട് 3 എന്ന് എഴുതാൻ പറ്റൂലേ? കാരണം റൂട്ട് 12 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ആണ്. സോ 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് 2, അങ്ങനെയാണ് 2 റൂട്ട് 3 എന്നായത്. അങ്ങനെയെങ്കിൽ 2 ഇസിക്കൽ ടു റൂട്ട് 3 ഇൻറ്റു 2 റൂട്ട് 3 കോസ് തീറ്റ, 2 റൂട്ട് 3 കോസ് തീറ്റ. സോ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 പോസിറ്റീവ് 3 എന്ന് വരും. 2 ഇൻറ്റു ക്യാൻസൽ ആയി പോകും അപ്പുറത്തും. സോ 1 ഇസിക്കൽ ടു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ദാറ്റ് ഈസ് 3 കോസ് തീറ്റ. സോ കോസ് തീറ്റ ഇസിക്കൽ ടു 3നെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ 1/3. സോ തീറ്റയുടെ വാല്യൂ, അതായത് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ദ ടു ലൈൻസ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/3. ഓക്കെ, സോ കോസ് ഇൻവേഴ്സ് ഓഫ് 1/3 ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ 44th ക്വസ്റ്റ്യൻ. So option D, cos inverse of 1/3 is the correct answer. Now let's move on to the 45th question. Okay, അപ്പോൾ നമ്മൾ നമ്മുടെ 45th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ആദ്യം. A straight line passes through the points 10, 8, 6 and 13 and 4. A unit vector parallel to this line എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പല ഒരു സ്ട്രേറ്റ് ലൈനിന്റെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ വെക്ടർ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? x2 മൈനസ് x1 അങ്ങനെ ചെയ്താൽ മതി. സോ 30 ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റ്സിന്റെ ഡയറക്ഷൻ വെക്ടർ എടുക്കുമ്പോൾ എങ്ങനെ? x2 മൈനസ് x1 i ക്യാപ് x2 മൈനസ് x1 i ക്യാപ് പ്ലസ് y2 മൈനസ് y1 j ക്യാപ് y2 മൈനസ് y1 j ക്യാപ് പ്ലസ് z2 മൈനസ് z1 k ക്യാപ്. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ വെക്ടേഴ്സ്. ഇവിടെ x2 എന്താ? 13 മൈനസ് 10 എന്ന് പറയുമ്പോൾ 3i ക്യാപ് പ്ലസ് 9 മൈനസ് 8 എന്ന് പറയുന്നത് 1 j ക്യാപ് പ്ലസ് z2 മൈനസ് z1 എന്ന് പറയുന്നത് 4 മൈനസ് 6 ഈസ് മൈനസ് 2 k ക്യാപ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറക്ഷൻ വെക്ടർ. ഈ ഡയറക്ഷൻ വെക്ടറിന് പാരലൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ എന്നാ പറഞ്ഞുള്ളത്. സോ ഒരു വെക്ടറിനെ യൂണിറ്റ് വെക്ടർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 3i ക്യാപ് പ്ലസ് j ക്യാപ് മൈനസ് 2 ക്യാപ് ഉള്ളിൽ വരണം. അങ്ങനത്തെ എത്ര ഓപ്ഷൻസ് വരുന്നുണ്ട്? ഇത് നമുക്ക് നേരെ ചെയ്യാൻ പറ്റും. കാരണം നോക്കിയേ, 3i ക്യാപ് പ്ലസ് j ക്യാപ് മൈനസ് 2 ക്യാപ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബാക്കിയുള്ള അതിലൊക്കെ വേറെ വെക്ടറാണ് കൊടുത്തുള്ളത്. സോ ആൻസർ വുഡ് ബി ഓപ്ഷൻ ഇ. നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് സമയം കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം കീം ഈസ് ഓൾ അബൌട്ട് സ്പീഡ്. അങ്ങനെയെങ്കിൽ 3k പ്ലസ് j k മൈനസ് 2k ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വുഡ് ബി ദ ഓപ്ഷൻ ഇ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ ഏറ്റവും ഫാസ്റ്റ് ആയി ചെയ്ത ക്വസ്റ്റ്യൻ തോന്നുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ 46th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ 46th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് 4 red and 6 white marbles. 2 successive rows of 3 balls are made without replacement. Very important point.
The probability that in the first row all the 3 balls are white and in the second row all the 3 balls are red എന്നാ ചോദിച്ചുള്ളത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ബോക്സിൽ 4 റെഡ് ഉണ്ട്, 6 വൈറ്റ് ഉണ്ട്, 2 സക്സസീവ് ഡ്രോസ് എന്ന് പറയുന്നത് 3 ബോൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡ്രോയില് 3 വൈറ്റ് ബോൾസ് കാണാനുള്ള പ്രോബിലിറ്റി 3 വൈറ്റ് ബോൾസ് ആകെ മൂന്ന് 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 ഡ്രോസേ ഉള്ളൂ. 3 ഡ്രോസിൽ ഫുള്ളും വൈറ്റ് ഇടണം, അത് കാണാനുള്ള പ്രോബിലിറ്റി ആകാം. ഫസ്റ്റ് ഡ്രോയിൽ 3 വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പി ഓഫ് ഡബ്ല്യു, ഡബ്ല്യു ഫോർ വൈറ്റ്, ഡബ്ല്യു ഫോർ വിൻ. പി ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ആകെ 4 അതിലേതെങ്കിലും 3 കിട്ടിയത് 4C3 ആൻഡ് ടോട്ടൽ 10 ബോൾസ് അതിലേതെങ്കിലും 3. സോ 4C3 ബൈ 10C3. ആൻഡ് സെക്കൻഡ് റോയില് നമുക്ക് എന്ത് കിട്ടണം? ഫുൾ റെഡ് കിട്ടണം. സെക്കൻഡ് റോയില് ഫുൾ റെഡ്, അതായത് 3 റെഡ് കിട്ടണം. സോ ദാറ്റ് ഈസ് പി ഓഫ് ആർ. പി ഓഫ് ആർ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? റെഡ് 6 ബോൾസ്, 6C3 ബൈ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? റെഡ് ബോൾസ് 6 ഉണ്ട്, ടോട്ടൽ ബോൾസ് 10C3. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടൂല, ആൻസർ തെറ്റിപ്പോവും. മനസ്സിലായോ? ആൻസർ തെറ്റിപ്പോവും. കാരണം എന്താ? നിങ്ങൾ ഫസ്റ്റ് ഡ്രോയിൽ 3 എടുത്തില്ലേ? ഫസ്റ്റ് ഡ്രോയിൽ 3 എടുത്താന്ന് കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഈ വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഇല്ല, എടുത്തതാണ്. അപ്പൊ പിന്നെ ബാക്കി 10 ഉണ്ടാവുമോ? 10 3 അടിച്ചാൽ ആകെ 7 ഉണ്ടാവുള്ളൂ. സോ ദിസ് 10 ഇവിടെ ഉണ്ടാവില്ല. പകരം വി വിൽ ഗെറ്റ് ഇൻഫേമസ് 7 ആണോ ഇവിടെ കിട്ടുക? 7 അല്ല, 7C3 എന്നിട്ടും അപ്പോഴേ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഇതില്ലാതെ ചെയ്തു പോയിട്ട് ഞാൻ ഈ വീഡിയോ ആദ്യം മുതൽ എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാനും ആദ്യം തെറ്റിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. 4C3 എന്ന് പറഞ്ഞാൽ 4 തന്നെ, 10C3 എന്ന് പറഞ്ഞാൽ എന്താ? 10 ഇൻറ്റു NCRന്റെ ഫോർമുല അറിയില്ലേ? NCRന്റെ ഫോർമുല പറഞ്ഞുതരാം. NCR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ, n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്നാണ് വരിക. സോ 10C3 എന്ന് പറയുന്നത് 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 3 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ. സോ 7 ഫാക്ടോറിയൽ കട്ടായി പോകും. ബൈ 3 ഫാക്ടോറിയൽ നമ്മൾ 3 ഇൻറ്റു 2 4 3 10 ഇൻറ്റു 3 ഇൻറ്റു 4, ദാറ്റ് ഈസ് 30 ഇൻറ്റു 4 ഈസ് 120. 4 ബൈ 120 എന്നിട്ട് 6C3 എന്ന് പറയുമ്പോൾ എത്ര വരും? 6C3 ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ഫാക്ടോറിയൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ബൈ 5 ഇൻറ്റു 4 ബൈ 3 ഇൻറ്റു 2 2 2 2 2 ഇൻറ്റു 5 ഇൻറ്റു 2 ഈസ് 20 20 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഓക്കെ 20 ബൈ 7C3 എന്ന് പറയുന്നത് എത്ര വരും? 7 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ. സോ 7 ഇൻറ്റു 5 അല്ല 6 ആര് എഴുതും? 7 ഇൻറ്റു 6 ഇൻറ്റു 5 ബൈ 3 ഇൻറ്റു 2 ദാറ്റ് വുഡ് ബി 3 3 ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് 35. 7 ഇൻറ്റു 5 ഈസ് 35. 20 ബൈ 35 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20 ബൈ 35 ഈസ് 4 ബൈ 7 എഴുതാൻ പറ്റും. 5 കൊണ്ട് 2 ഡിവിസിബിൾ ആയതുകൊണ്ട് 4 ബൈ 120 1 ബൈ 13 എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റി കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? ടോട്ടൽ പ്രോബിലിറ്റി ആണ് ഫസ്റ്റ് ഡ്രോയിലും സെക്കൻഡ് ഡ്രോയിലും പ്രോബിലിറ്റി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ പ്രോബിലിറ്റി അല്ല, പ്രോബിലിറ്റി എന്തല്ലേ? പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു പി ഓഫ് ഡബ്ല്യു, അതായത് ഫസ്റ്റ് ഡ്രോ ഇൻറ്റു പി ഓഫ് ആർ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ പി ഓഫ് ഡബ്ല്യു ഈസ് 1 ബൈ 30 ആൻഡ് സെക്കൻഡ് റോയിൽ ഇറ്റ്സ് 4 ബൈ 35. ഫർദർ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 4 to 15 2 ബൈ 15 ഇൻറ്റു 35 2 ബൈ 15 ഇൻറ്റു 35 അങ്ങനെ ലോങ് ഇത് വരുന്ന ആൻസർ ഉണ്ടോ? മാക്സിമം 105 ഉള്ളൂ. സോ അഗെയിൻ നമ്മൾ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 4 ബൈ 7 ആണ്. സോ ഓക്കെ 4 ബൈ 35 അല്ല, 4 ബൈ 7 ആണ്. അപ്പോൾ ഇതേപോലത്തെ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഞാനൊരു മണ്ടനായി പോയി, നിങ്ങളും മണ്ടനാവരുത്. 2 ബൈ 15 ഇൻറ്റു 7 ഈസ് 105. So 2 by 105. 2 by 105 is the correct answer. Option A is the correct answer for the 46th question. Now let's move on to the 47th question. Okay, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ 47th question ചെയ്ത് നോക്കാം. 47th question എന്താ പറഞ്ഞുള്ളത്? Let A and B be two events if P of A given probability of A given B is 0.4, probability of A given B dash is equal to 0.7 and P of B is equal to 0.7, then probability of A എന്നാ ചോദിച്ചുള്ളത്. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം നമുക്ക് തന്നുള്ള ഡാറ്റ ഒക്കെ എഴുതാം. പി ഓഫ് എ ഗിവൺ ബി ഈസ് ഇക്വൽ ടു 0.4. ഓക്കെ, പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞ ഫോർമുല എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി, ദാറ്റ് ഈസ് ഇക്വൽ ടു 0.4. അതായത് നമുക്ക് അടുത്ത് എന്താ? പി ഓഫ് എ ഗിവൺ ബി ഡാഷ് ഓക്കെ ഈസ് ഇക്വൽ ടു 0.7. ഇതിന് നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ബൈ പി ഓഫ് ബി ഡാഷ് ഈസ് ഇക്വൽ ടു 0.7 എന്ന് എഴുതാം. ഇനി ഇതിന്റെ ഫർദർ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും.
പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് എ പി ഓഫ് എ മൈനസ് പി ഓഫ് എ മാൻ പാട്ട് പോയി കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ഡാഷ് എന്ന് പറയുമ്പോൾ 1 മൈനസ് പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 0.7. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് തന്നിട്ടില്ല. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0.4 ഇൻറ്റു പി ഓഫ് ബി, 0.4 ഇൻറ്റു പി ഓഫ് ബി. ആൻഡ് പി ഓഫ് ബിയുടെ വാല്യൂ എന്താ? പി ഓഫ് ബിയുടെ വാല്യൂ ഇസ് 0.7. ദാറ്റ് ഈസ് 0.4 ഇൻറ്റു 0.7. 0.4 ഇൻറ്റു 0.7 എന്ന് പറഞ്ഞാൽ 2.28. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ 0.28 എന്ന് കിട്ടി. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പി ഓഫ് ബി 0.7 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 0.7 എന്ന് തന്നിട്ടുണ്ട്. സോ 1 മൈനസ് ഇതെന്താണ് 1 മൈനസ് പി ഓഫ് ബി എന്ന് എഴുതി കണ്ടില്ലേ? അതായത് ബി കോംപ്ലിമെന്റിന്റെ ബിയുടെ പ്രോബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ബി കോംപ്ലിമെന്റ് അത് നടക്കാതിരിക്കാനുള്ള പ്രോബിലിറ്റി 1 മൈനസ് ബി കോംപ്ലിമെന്റ് എത്ര എന്നോ അത് ചെയ്യുമ്പോഴാണ്. സോ ഇതാണ്, അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത്. പി ഓഫ് എ നമുക്കറിയില്ല. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.28 എന്ന് കിട്ടി. 1 മൈനസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0.7. 1 മൈനസ് 0.7 ഈസ് 1 മൈനസ് 0.7 എത്ര? 0.3. സോ 0.7. ഇനി ജസ്റ്റ് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കാം. പി ഓഫ് എ 2 ഈക്വൽ ടു 0.7 ഇൻറ്റു 0.3, 0.7 ഇൻറ്റു 0.3. പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.21 പ്ലസ് 0.28. 0.21 പ്ലസ് 0.28 എന്ന് പറഞ്ഞാൽ എത്ര വരിക? ദാറ്റ് ഈസ് 0.49. സോ പി ഓഫ് എ ഈസ് 0.49. ആൻസർ ഉണ്ടായാൽ മതിയേനു 0.49. യെസ്, ഓപ്ഷൻ സി 0.49 ഈസ് ദ കറക്റ്റ് ആൻസർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 48th ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പറയാണ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓപ്പൺ ടു ഓൾ കൈൻഡ്സ് ഓഫ് ഡൗട്ട്സ് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 48th ക്വസ്റ്റ്യൻ. നമുക്ക് 48th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 48th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് ദ നമ്പേഴ്സ് -3,0,3,8 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാനുള്ള ഫോർമുല എന്താ? സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് വേരിയൻസ്. സോ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ ഓഫ് xi മൈനസ് ന്യൂ ദ ഹോൾ സ്ക്വയർ ബൈ നമ്പർ ഓഫ് വാല്യൂസ് ആണ്. സോ ന്യൂ ഈസ് ദ മീൻ ഹിയർ. സോ ആ വേരിയൻസ് എത്ര ഉണ്ടോ അതിന്റെ ടോട്ടൽ സം എടുത്താൽ അതിന്റെ സ്ക്വയർ എത്ര മീനിൽ നിന്ന് എത്ര ഡിഫറൻസ് ഉണ്ടോ അങ്ങനെ ഓരോ വാല്യൂ ഒന്ന് എടുത്തിട്ട് അതിന്റെ സ്ക്വയർ ചെയ്യുന്നതിന് സം ചെയ്യുന്നതിനാണ് നമ്മളിത് പറയാം. എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. -3ഉം 0ഉം 3, 8 ഇല്ല. ഇതിന്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്താ? മീൻ ന്യൂ ഈസ് ഈക്വൽ ടു -3 + 0 + 3 + 8 by total number of values is 4. -3 3 പോവും. 0 0 + 8 is 8. 8/4 is equal to 2. സോ മീൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. മീൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ വേരിയൻസ് എടുക്കാം. -3 മീനിൽ നിന്ന് എത്ര? -3 -2 -5 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കാം 25. ആൻഡ് 0ക്ക് എത്ര വേരിയൻസ് ഉണ്ട്? 0 is 2. 0 - 2 is -2. -2 the whole square is 4. And 3 - 2 is 1. 3 - 2 is 1. 1 squared. 1 squared is 1. And next one is 8. 8 - 2. 8 - 2 whole square is 6 squared. 6 squared is equal to 36. ഇനി ഇതിൻ്റെ ഒക്കെ കൂടി സം എടുക്കാം. 36 + 4 is 40. 40 + 25 is equal to 65. 60 + 5 + 1 is 66. So that is 66. അതായത് സമ്മിഷൻ ഓഫ് xi മൈനസ് ന്യൂ ദ ഹോൾ സ്ക്വയർ 66 എന്ന് കിട്ടി. And total number of values 4 by n, that is 33/2. അപ്പോൾ ഇനി സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ടാണ്. ദാറ്റ് ഈസ് 33/2ൻ്റെ റൂട്ട് ഓഫ് 33/2 ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റൂട്ട് 33/2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനില്ല. ഇൻസ്റ്റഡ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, റൂട്ട് 66/2. അപ്പോൾ ഇതിനെ നമുക്ക് റൂട്ട് 66/2 ആക്കാൻ പറ്റും. മേലെയും താഴെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വയ്ക്കുക, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും. അങ്ങനെയാണെങ്കിൽ 2 × 2 2 സ്ക്വയർഡിൻ്റെ സ്ക്വയർ വാല്യൂ എന്ന് റൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. മേലെ റൂട്ട് 66 തന്നെ ഉണ്ടാവും. സോ റൂട്ട് 66/2 ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി റൂട്ട് 66/2 ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ 48th ക്വസ്റ്റ്യൻ. Now let's do the 49th question. 49th question വായിച്ചു നോക്കാം. An unbiased die is tossed until 5 appears. If x denotes the number of tosses required, then probability of getting 5 in 2 tosses by probability of getting 5 in 5 tosses. ഓക്കെ, ഇതൊരു ടിപ്പിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഉണ്ട്, അത് മനസ്സിലാക്കി തരാം. അതായത് ഇപ്പം നിങ്ങൾ ഒരു കോയിൻ ടോസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ് ആണ്
അപ്പോൾ നിങ്ങളോട് ഞാൻ പറയാണ് 3 ടോസിലാണ് ഞാൻ ചെയ്തപ്പോൾ വന്നത്. 3 ടോസ് ഞാൻ ഇടുമ്പോൾ മൂന്നാമത്തെ ടോസിലാവണം എനിക്ക് 5 കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രോബിലിറ്റി എന്താ? 3 ടോസിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള പ്രോബിലിറ്റി വെച്ചാൽ ഫസ്റ്റ് ടോസിൽ ഞാൻ ഇട്ടു. ഫസ്റ്റ് ടോസിൽ ഇട്ടപ്പോൾ എനിക്ക് 5 കിട്ടിയില്ല. അപ്പോൾ 5 കിട്ടാതെയുള്ള പ്രോബിലിറ്റി എന്താ? ഒരു ഡൈയിൽ ടോട്ടൽ 6 ആയിട്ടുണ്ട്. അതിൽ 5 മാത്രം വന്നില്ല. ബാക്കി 5 എണ്ണത്തിൽ മീൻസ് 5, അതായത് 5 വന്നില്ല. ബാക്കി 1ഉം 2ഉം 3ഉം 4ഉം 6ഉം വരാം. അപ്പൊ ഈ ടോട്ടൽ 5 പോസിബിലിറ്റി ഉണ്ട്. ബട്ട് നമ്മുടെ 5 ആ 1 പോസിബിലിറ്റി മാത്രം വന്നില്ല. സോ 5/6. രണ്ടാമത്തെ ത്രോയിലും വന്നില്ല 5/6. ബട്ട് മൂന്നാമത്തെ ത്രോയിൽ വന്നു. മൂന്നാമത്തെ ത്രോയിൽ നമ്മുടെ 5 വന്നു, അതായത് ഒറ്റ എണ്ണം. സോ 1/6. ഇതാണ് 3 ത്രോയിൽ 5 വരാനുള്ള പോസിബിലിറ്റീസ്. ഓക്കെ. അപ്പൊ ഇനി ഞാൻ പറയാണ്, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 ത്രോയിൽ വരാനുള്ള പോസിബിലിറ്റി ബൈ 5 ത്രോയിൽ വരാനുള്ള പോസിബിലിറ്റിയാ. സോ 2 ത്രോയിൽ വരാനുള്ള പോസിബിലിറ്റി എന്താ? ഫസ്റ്റ് ത്രോയിൽ വന്നില്ല, പി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഫസ്റ്റ് ത്രോയിൽ വന്നില്ല ആൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 5 ആക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ത്രോയിൽ വന്നില്ല, ബട്ട് രണ്ടാമത്തെ ത്രോയിൽ വന്നു, പി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇനി ഫസ്റ്റ് ത്രോയിൽ വന്നില്ല, രണ്ടാമത്തെ ത്രോയിൽ വന്നില്ല, മൂന്നാമത്തെ ത്രോയിൽ വന്നില്ല, നാലാമത്തെ ത്രോയിൽ വന്നില്ല, ബട്ട് ഫിഫ്ത്ത് ത്രോയിൽ വന്നു. ഓക്കെ. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇത് ക്യാൻസൽ ആയി പോകും. സോ 1/6 ബൈ 5 ഇൻറ്റു 5 ഈ 5ഉം 5ഉം ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് 25/6 ക്യൂബ്. ഇതിന് ഫർദർ എങ്ങനെ എഴുതാൻ പറ്റും? 6 ക്യൂബ്/6 ഇൻറ്റു 25. ഇതിന് ഫർദർ 6 ക്യൂബ്/6 എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ ആവും. 6 സ്ക്വയർ/25. ദാറ്റ് ഈസ് 36/25. ഓക്കെ. സോ 36/25 എന്നാണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 36/25 ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ? ഈ 5 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം ഞാൻ പറയാം, 1 എന്ന് പറഞ്ഞാൽ എനിക്ക് 1 കിട്ടണം. ഒരു ഡൈസിൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 സൈഡ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് 2 ത്രോ ഇടുമ്പോൾ 3 കിട്ടണം. 2 ത്രോയിൽ 3 കിട്ടണമെങ്കിൽ എന്താണ്? ഞാൻ ഫസ്റ്റ് ത്രോ ഇടുമ്പോൾ അത് പാളി പോകണം. എന്നാലും എനിക്ക് ഞാൻ രണ്ടാമത്തെ ഇടേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് ത്രോയിൽ ഇടുമ്പോൾ പാളി പോകാനുള്ള പോസിബിലിറ്റി എന്താ? 5/6. കാരണം ടോട്ടൽ 6 ഉണ്ട്. 3 ഒഴിച്ച് ഇതിൽ ഏത് വേണമെങ്കിലും വരാം. അങ്ങനെ 5 പോസിബിലിറ്റീസ് ഇല്ലേ? ഇനി രണ്ടാമത്തെ ത്രോയിൽ ഇടുമ്പോൾ എനിക്ക് കിട്ടണം. രണ്ടാമത്തെ ത്രോയിൽ കിട്ടണ എന്താ? 3 ആ. അപ്പൊ അതിന് ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, 1/6. മനസ്സിലായോ? ഇനിയിപ്പോൾ അത് 2 ത്രോ ആണെങ്കിൽ 3 ത്രോ ആണെങ്കിൽ 5/6 ഫസ്റ്റത്തേൽ കിട്ടിയില്ല, രണ്ടാമത്തേൽ കിട്ടിയില്ല, മൂന്നാമത്തെ കിട്ടും. ഓക്കെ. മനസ്സിലായോ? So 36/25 is the correct answer. Now let's move on to the last question of this part. 50th question. Okay. നമുക്ക് നമ്മുടെ ലാസ്റ്റ് 50th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 50th ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം ആദ്യം. ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ്സ് ടു 0 x സ്ക്വയർ ബൈ √2 മൈനസ് √1 പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചുള്ളത്. ഓക്കെ. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 x സ്ക്വയർ ബൈ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. √2 പ്ലസ് √1 പ്ലസ് കോസ് എക്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? കാരണം നിങ്ങൾ നേരെ എക്സിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുത്ത് നോക്കിയേ. കോസ് 0 എന്ന് പറയുന്നത് ഇറ്റ്സ് 1. സോ 1 + 1 = √2 തന്നെ വരും. √2 - √2 0 ആവും. സോ ഇതൊരു അൺഡിഫൈൻഡ് ഫോമിലേക്ക് ആവും. അപ്പോൾ അത് നമുക്ക് മാറ്റണം. അതിനാണ് നമ്മൾ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുന്നത്. കോസ് എക്സ് ഇൻറ്റു √2 പ്ലസ് √1 പ്ലസ് കോസ് എക്സ്, 1 പ്ലസ് കോസ് എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു √2 പ്ലസ് √1 പ്ലസ് കോസ് എക്സ് ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ √2 സ്ക്വയർ മൈനസ് √1 പ്ലസ് കോസ് എക്സ് സ്ക്വയർഡ്, √1 പ്ലസ് കോസ് എക്സ് സ്ക്വയർഡ്. സോ ദാറ്റ് വുഡ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു √2 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 ഉണ്ട് ടോക്കത്തിലും, അത് ഇടാൻ മറക്കരുത്. സ്കീമിൽ നിങ്ങൾക്ക് പിന്നെ ആരും കാണിക്കാനൊന്നുമില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടായാലും മതി, അത് കുഴപ്പമുണ്ടാവില്ല എന്നല്ല, കുഴപ്പമില്ല. കോസ് എക്സ് ബൈ √2 സ്ക്വയർ മൈനസ് എന്ന് പറയുമ്പോൾ 2 - 1 - കോസ് എക്സ്, 1 - കോസ് എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു ഐഡന്റിറ്റി അറിഞ്ഞിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 1 - കോസ് എക്സ് എന്ന് പറയുന്നത്, ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 1 - കോസ് എക്സിനെ നമുക്ക് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. സോ ഇതൊരു ഐഡന്റിറ്റിയാണ്. ഈ ഐഡന്റിറ്റി നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു √2 പ്ലസ് √1 പ്ലസ് കോസ് എക്സ്. ഇപ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക. 1 പ്ലസ് കോസ് 0 ബൈ എക്സ് സ്ക്വയർ ബൈ 2. സോ എക്സ് സ്ക്വയർ ക്യാൻസൽ ആയപ്പോൾ വിൽ ഗെറ്റ് 2 ഇൻറ്റു √2 പ്ലസ് √1 പ്ലസ് റൂട്ട് ഓഫ് 1 + 1 is √2. ദാറ്റ് ഈസ് 2 പ്ലസ് 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താ? 4 സോ 4 നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. 4 നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. 4 ഓപ്ഷനിൽ യെസ്, ഓപ്ഷൻ എ 4 ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് 50th ക്വസ്റ്റ്യൻ.
അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 1 മൈനസ് കോസ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 എന്നുള്ള ഒരു ഐഡന്റിറ്റിയാണ്. പ്ലസ് ഈ ഡിനോമിനേറ്ററിനെ റഷണലൈസ് ചെയ്യുന്ന ഫോം നമുക്കറിയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർട്ട് 5. ഇനി പാർട്ട് 6 ആയിട്ട് കാണാം. ഈ മാത്സിന്റെ പാർട്ടിൽ ഇനി 2 പാർട്ടും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് ആണ് ചെയ്യാനുള്ളത്. സോ അത് അടുത്ത പാർട്ട് വരേക്കും ബൈ. നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീണ്ടും ബൈ. ഓക്കെ.